സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പ്രോപ്പറായിട്ടൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യിക്കാൻ പറ്റും, ബിസിനസ് വാട്സപ്പ് എങ്ങനെ കണക്ട് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾസോ എങ്ങനെ ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളത്. ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആഡൊക്കെ റൺ ചെയ്യിക്കണമെങ്കിൽ ഫണ്ട് ഇടണമല്ലോ. ഈ ഫണ്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരസ്യം ഉണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ പ്രോപ്പറായിട്ട് ഓരോ അസറ്റ് എന്നാണ് ഇതിനൊക്കെ പറയാം. ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ആഡ് അക്കൗണ്ട് ഇതൊക്കെ എന്താണ്, മെറ്റയുടെ ഓരോ അസറ്റുകളാണ്, ബിസിനസ് അസറ്റുകളാണ്. ഈ ഓരോ അസറ്റും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മളെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എങ്ങനെ പ്രോപ്പറായിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അത് കണ്ടുവന്നാൽ, ബേസിക്സ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ അത് കണ്ടുവന്നാൽ ഒന്നും കൂടി യൂസ്ഫുൾ ആവും. കാരണം ചാടിക്കയറി ഒരു പേജ് ഉണ്ടാക്കാനല്ല, ആദ്യം ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ദെൻ അതിൻ്റെ അണ്ടറിൽ പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ കണ്ടിട്ട് വരിക. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് എങ്ങനെ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് പറയാം. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ മറ്റേ ബിസിനസ് സൂട്ടിൽ സെറ്റിങ്സിലോട്ട് വരിക. സെറ്റിങ്സിൽ പേജസിൽ ക്ലിക്ക് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഒരു പേജ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളിൽ മുമ്പൊരു പേജ് ഇല്ലെങ്കിൽ ആഡ് പേജ്, ആഡ് അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. നേരെ ഡയറക്റ്റ് ആണെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ പേജ് കൊടുക്കുക. ഇതുവരെ പേജില്ല, പുതിയൊരു പേജ് ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പുതിയൊരു പേജ് ഉണ്ടാക്കാൻ ക്രിയേറ്റ് എ ന്യൂ ഫേസ്ബുക്ക് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പേജിൻ്റെ നെയിം അല്ലേ, പുതിയൊരു പേജ് ഉണ്ടാക്കുകയാണ്, നെയിം കൊടുക്കുക. നിങ്ങളെ ബിസിനസ് എന്താണോ അതിൻ്റെ നെയിം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി, ഇപ്പോൾ മാർക്കറ്റിംഗ് ഏജൻസി, പല ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്താണെന്നുള്ളത് സെർച്ച് ചെയ്യുക. ഇതിലുള്ള കാറ്റഗറീസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒന്നല്ല അതിലപ്പുറം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നതേ ഉള്ളൂ. ബാസിത്ത് മാർക്കറ്റിംഗ് എന്നാണ് എൻ്റെ ബിസിനസ്സിൻ്റെ പേര്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഏജൻസി, അഡ്വർടൈസിങ്, ഇതൊക്കെയാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. അങ്ങനെ നമ്മളെ എന്തൊക്കെ കാറ്റഗറി വരുന്നുണ്ടോ ഇതിലുള്ള എല്ലാ കാറ്റഗറിയും നിങ്ങൾ ആഡ് ചെയ്യുക, നിങ്ങളെ ബിസിനസ്സുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള. ഓക്കെ, വെബ് ഡിസൈനിങ്, അങ്ങനെ പലതും വരുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണം ഇവിടെ നിന്ന് തന്നെ കൊടുക്കുക. ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. നമ്മൾ പ്രോപ്പറായിട്ട് പിന്നെ ചെയ്താലും മതി. ഇത് ഓപ്ഷനലാണ്, ഇത് കൊടുത്തില്ലെങ്കിലും സംഗതി എടുക്കും. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഈ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ബാസിത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ എന്തായിരുന്നു പറഞ്ഞു, നമ്മൾ ഡയറക്റ്റ് ചാടിക്കയറി ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മെറ്റാ ബിസിനസ് സൂട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ അല്ലേ, ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ശേഷം ഈ ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ടാണ് നമ്മൾ എന്തിനെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്, ഒരു ഫേസ്ബുക്ക് പേജ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇതാണ് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വേ. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ അസറ്റുകളൊക്കെ കീപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു അറയിൽ എല്ലാ ബുക്കും ഇങ്ങനെ ചിട്ടയോടുകൂടി വെക്കും പോലെ ഒരു പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ട് ആഡ് അക്കൗണ്ട്, ബിസിനസ് വാട്സപ്പ്, ഫേസ്ബുക്ക് പേജ്, ഇങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള ഓരോ അസറ്റുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അണ്ടറിലായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് പേജ് കൊടുക്കുക. ഓക്കെ, ഡണ്ണ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേജ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇനി ഈ ഫേസ്ബുക്ക് പേജിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫേസ്ബുക്ക് പേജിൻ്റെ ഡീറ്റെയിൽസ്, ബയോ, പ്രൊഫൈല് മാറ്റാൻ, അതുപോലെ കവർ പേജ് സെറ്റ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ പരിപാടികളുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ വ്യൂ ഓൺ ഫേസ്ബുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. യെസ്, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും, സ്വിച്ച് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പേജിലോട്ട് സ്വിച്ച് ചെയ്യാൻ, എന്നാലേ നിങ്ങൾക്ക് എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ സ്വിച്ച് ഒന്ന് നിൽക്കണം. ശേഷം ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രോ എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. അഡ്രസ്സ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ വന്ന് എടുക്കുന്നുണ്ടാവും. പിന്നെ സെറ്റിങ്സിലോട്ട് വരിക. പേജ് ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിങ്സിലോട്ട് വരിക. അതിന് മുമ്പായിട്ട് കവർ പേജ്, ഇവിടെ കവർ പേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈലും കവർ പേജും ഒക്കെ ഇവിടെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ദെൻ സെറ്റിങ്സിലോട്ട് വരിക. പേജ് ഡീറ്റെയിൽസ്, ഞാൻ നേരത്തെ കാണിച്ചു തന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമ്പർ, മെയിൽ ID, വെബ്സൈറ്റ്, സോഷ്യൽ ലിങ്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ നിങ്ങൾക്ക് അവിടെ, പ്രൊഫൈൽ ലിങ്കൊക്കെ അവിടെ കൊടുക്കാനായിട്ട് പറ്റും ഉണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് സെറ്റിങ്സ് തന്നെ പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്.
പേജ് സെറ്റപ്പ്. ഇവിടെ വന്നാൽ നിങ്ങളെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാകുക. നെയിം എന്താണോ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു യൂസർ നെയിം ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, പേജ് ആക്സസ് എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ പേജിൻ്റെ ആക്സസ് വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പേജിൻ്റെ ആക്സസ് കൈമാറും. ഇവിടെ വന്നിട്ട് ആഡ് ന്യൂ കൊടുക്കുക. എന്നിട്ട് ആളുടെ മെയിൽ ഐ ഡി ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. ആരിലേക്കാണോ പോണ്ടി ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ നെയിം ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ തല്ലട്ടോ, ആർക്കാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടി ആ ആളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ നെയിം ഉണ്ടാവില്ലേ. ഇപ്പം ബാസിദിനാണ് മുഹമ്മദ് ബാസിദ്, അങ്ങനെ ഓരോ ആ നെയിമും അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സും ഇവിടെ അടിച്ചു കൊടുത്താൽ ഓലേക്ക് ആക്സസ് പോകും. ഓരോ നോട്ടിഫിക്കേഷനിൽ വന്നാൽ കാണാം. അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളെ പേജിൻ്റെ ആക്സസ് അവർക്ക് കിട്ടും. നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലൊക്കെ ഇങ്ങനെ പേജ് സെറ്റപ്പിൽ വന്നാൽ ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. എവിടെയാണ് വേണ്ടി സെറ്റിങ്സിൽ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആക്കുക, സെറ്റിങ്സ് എടുക്കുക, അതിൽ പേജ് സെറ്റപ്പിലോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ പേജ് ആക്സസ് അതുപോലെ തന്നെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുന്നുണ്ടാകുക. ക്ലിയർ അല്ലേ? ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ, ഇപ്പോൾ ഇൻസ്റ്റാ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ, വാട്സപ്പ് അക്കൗണ്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ, ബിസിനസ് വാട്സപ്പ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പേജിൻ്റെ ഒരു ഡീറ്റെയിൽസിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ബാക്കി നിങ്ങൾ പേജൊക്കെ ഒന്ന് കളറാക്കുക, വേണ്ട സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ലൊരു കവർ പേജിൻ്റെ ഒക്കെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാ പോലല്ല, ഇൻസ്റ്റയിൽ ഉള്ളതുപോലല്ല ഫേസ്ബുക്കിലൊരു ഓപ്ഷൻ ഉണ്ട്. ആൾക്കാർക്ക് വന്നാൽ നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ കവർ പേജിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ പ്രോപ്പറായിട്ട് ബിസിനസ് ഡീറ്റെയിൽസ് സർവീസസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ അവിടെ അടിപൊളിയാക്കാൻ പറ്റുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാം. ചില ബിസിനസ്സിന് ഓരോ സർവീസസ് ഇങ്ങനെ നിരത്തി കൊടുക്കേണ്ടി വരും. അതാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ക്യാച്ച് ആയിരിക്കും. ഓക്കെ, കാണുന്ന സമയത്ത് തന്നെ. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ നിങ്ങളെ ബിസിനസ്സിനനുസരിച്ചുള്ള രൂപത്തിൽ ഓരോ മോഡൽസ് നോക്കിയിട്ട് വേണ്ട രൂപത്തിൽ ഈ ഒരു കവർ പേജിൻ്റെ ഈ ഒരു ഏരിയ മുതലെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് പേജിൻ്റെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നിങ്ങൾ മാക്സിമം ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും യൂട്ടിലൈസ് ചെയ്യാം. ഇനി മറ്റേ ബിസിനസ് സൂട്ടിലോട്ട് വന്നാൽ അടുത്തൊരു സംഭവം പറയാനുള്ളത് ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള. നമ്മളിപ്പോൾ പേജ് സെറ്റ് ചെയ്ത് ഇനി നമുക്കൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഫേസ്ബുക്കിൽ പേജ് മാത്രം പോരാ, ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ ഒരു ആഡ് അക്കൗണ്ട് കൂടി വേണ്ടി വരും. അതിൽ ഫണ്ട് ഇട്ട് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യിക്കാൻ പറ്റുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു അസെറ്റാണ് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. എൻ്റെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോ അസെറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ടോ, ഇതുവരെ ഒരു അസെറ്റ് ആഡ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ആഡ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം. 3 ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. പുതിയൊരു ആഡ് അക്കൗണ്ട് ഉണ്ടാക്കുക. ഇനി അതല്ല ഓൾറെഡി ഉള്ളൊരു മറ്റൊരു ആഡ് അക്കൗണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് വേണ്ടിയെങ്കിൽ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആഡ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാവും, അതിലൊക്കെ എടുത്തിട്ടാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ റിക്വസ്റ്റ് ആക്സസ് ടു ആൻ ആഡ് അക്കൗണ്ട് ഇൻ അനദർ ബിസിനസ് പോർട്ട്ഫോളിയോ. വേറെ ആരോ ബിസിനസ് പോർട്ട്ഫോളിയോയിൽ അണ്ടറിലുള്ള ഒരു ആഡ് അക്കൗണ്ട് എടുത്തിടാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ആഡ് ക്രിയേറ്റ് എ ന്യൂ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇന്ത്യയിലുള്ള ആൾക്കാരാണെങ്കിൽ ടൈം സോൺ വരുന്നത് കൊൽക്കത്തയ്ക്കും. ഓക്കെ, അതുപോലെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക, ബാക്കി ചോദിക്കുന്ന ഡീറ്റെയിൽസൊക്കെ. എന്നിട്ട് കൺഫേം ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ എന്താ പറയുക, ഇപ്പോൾ പുതിയൊരു ആഡ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് ഓൾറെഡി ഒന്നുണ്ട്. അപ്പോൾ ഒരു പേജിൻ്റെ അണ്ടറിലായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ട് നമുക്ക് ഇനിയും ആഡ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം, ഒന്നിലധികമൊക്കെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് നമ്മൾ എത്രത്തോളം ആ പേജ് യൂസ് ചെയ്ത് എൻഗേജ്ഡ് ആയി ആ പേജിൻ്റെ ഒരു പുതിയ പേജുകളിലൊക്കെ ലിമിറ്റ് ഉണ്ടോ, ഒന്നേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ പുതിയ എത്രത്തോളം വീണ്ടും ആഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഒരു പുതിയ പേജിൽ ഒരു ആഡ് അക്കൗണ്ടേ പറ്റും. പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് അതിൻ്റെ ലിമിറ്റ് ഇങ്ങനെ 2, 3, 5 ഒക്കെ ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യിക്കാം. എവിടെ വന്നിട്ട് ആഡ്സ് മാനേജറിൽ വന്നിട്ടാണ് നമ്മൾ ആഡ് റൺ ചെയ്യിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ അണ്ടറിലായിട്ട് മെറ്റാ ബിസിനസ് സൂട്ടിലോട്ട് വന്നിട്ട് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ അണ്ടറിലായിട്ട് ഒരു FB പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ആഡ് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആഡ് അക്കൗണ്ടും ഇവിടെ ഫണ്ട് ഇട്ടാലാണ് ആഡ്സ് മാനേജറിൽ വന്ന് ആഡ് റൺ ചെയ്യിക്കാൻ പറ്റുക. ഇതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു പോരുന്നുണ്ട് അടുത്തൊരു പാർട്ടിലായിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ അപ്പോൾ നമ്മൾ നോക്കുക എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആദ്യം കൊടുത്ത് ബിസിനസ് ഇൻഫോയിൽ വന്നിട്ട് ഡീറ്റെയിൽസ് കൊടുത്ത് മെയിൽ ID വെരിഫൈ ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് എന്നിട്ട് ഈ ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ എന്തും ക്രിയേറ്റ് ചെയ്ത്
ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഒരു പുതിയൊരു ആഡ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എന്തിന് ആഡ് റൺ ചെയ്യിക്കാൻ ഈ പേജിൻ്റെ അണ്ടറിലായിട്ട് ആഡ് റൺ ആവണ്ടേ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്തതോ ഈ പറയുന്ന നമ്മളെ പേഴ്സണൽ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള നമ്മളൊരു FB പ്രൊഫൈൽ ഉണ്ട്. ഇതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ പരിപാടിയും ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നേരെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സിലോട്ട് വരിക. ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഫേസ്ബുക്കിൻ്റെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഒരു സംഗതി വന്ന് എടുക്കുന്നുണ്ട്, ഒരു വാണിംഗ്. നിങ്ങളെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആണെങ്കിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ പറ്റൂല. ഈ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു പണിയൂല. നിങ്ങളെ ഫോണിൽ അല്ലെങ്കിൽ ആപ്പിൽ ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്യുക. ഏറ്റവും അടിയിലായിട്ട് റൈറ്റ് സൈഡിൽ നമ്മളൊരു പ്രൊഫൈൽ ബട്ടൺ ഉണ്ടാവില്ലേ, പ്രൊഫൈലിലോട്ട് വരിക. എന്നിട്ട് മുകളിൽ 3 ലൈൻ ഉണ്ടാവും, അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ സെറ്റിങ്സിലോട്ട് നേരെ വരിക. നമ്മളെ ഇൻസ്റ്റഗ്രാമിൻ്റെ സെറ്റിങ്സിലോട്ട് നേരെ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി കൊടുത്താൽ മതി. പ്രൊഫഷണൽ അക്കൗണ്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ക്രിയേറ്റർ അക്കൗണ്ടും ഉണ്ടാവും, ബിസിനസ് അക്കൗണ്ടും ഉണ്ടാവും. ഇതിൽ ക്രിയേറ്റർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസേഴ്സൊക്കെ നമ്മൾ ഒരു കോണ്ടന്റ് ക്രിയേഷൻ മാത്രമാണ് നമ്മൾ ഉദ്ദേശമെന്നെങ്കിൽ ഒരു ബിസിനസ്സിനൊന്നും വേണ്ടിയിട്ടല്ല, പേഴ്സണലായിട്ടുള്ളതാണെങ്കിൽ ക്രിയേറ്റർ അക്കൗണ്ട് ആക്കുക. ഇനി അതല്ല ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ബിസിനസ് അക്കൗണ്ട്. അങ്ങനെ നിങ്ങൾ അക്കൗണ്ട് സ്വിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി മാറ്റിയതിന് ശേഷം ഇങ്ങോട്ട് വരിക. പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുമ്പോൾ നമ്മളെ കാറ്റഗറി ഒക്കെ ചോദിക്കും, എന്ത് കാറ്റഗറിയാണ് നമ്മളെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ കൊടുത്താൽ മതി പ്രോപ്പറായിട്ട്. ശേഷം പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും ചെയ്യണ്ടേ, നേരെ ഇവിടെ വരിക, ഐ അഗ്രി എന്നുള്ളത് കൊടുക്കുക, ക്ലെയിം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിക്കാൻ വരും. അത് അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്ത് ശേഷം ഇങ്ങോട്ട് വന്ന് ഒന്ന് എന്താക്കിയാൽ മതി, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് റീഫ്രഷ് ചെയ്താൽ ഇങ്ങനെ നിങ്ങളൊരു അക്കൗണ്ട് ഇതിലോട്ട് കണക്റ്റായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ആഡ് അക്കൗണ്ട് കണക്ട് ചെയ്തു, പുതിയ ആഡ് അക്കൗണ്ട് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും നമ്മൾ ഇതിലോട്ട് ചേർത്ത്. മനസ്സിലായില്ലേ? ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുക, പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക, ശേഷം ഇവിടെ വന്നിട്ട് ആ അക്കൗണ്ട് ലിങ്ക് ചെയ്യിക്കുക. ഇത്രയും ഓപ്ഷൻസാണ്. ഇനി നിങ്ങൾക്ക് ബിസിനസ് വാട്സപ്പ് ഒന്നുമില്ല, ഞാനിനി പറയേണ്ട ആവശ്യമില്ല. അവിടെ വാട്സപ്പ് അക്കൗണ്ടിലോട്ട് വന്നിട്ട് ബിസിനസ് വാട്സപ്പ് ചേർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളത് എന്താണോ ഇൻസ്റ്റ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആവണമെന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ വാട്സപ്പും ഒരു ബിസിനസ് വാട്സപ്പാണ്. നമ്പർ ഇവിടെ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്താൽ നിങ്ങളെ അക്കൗണ്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ അസറ്റുകൾ ചേർത്തി ഈ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ട് ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്തുതരാം. ഒരു മെയിൽ ID അല്ലെങ്കിൽ നമ്പറിൻ്റെ അണ്ടറിലായിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ അണ്ടറിലായിട്ട് നമ്മളെ ബിസിനസ് ആക്ടിവിറ്റീസ് നടത്താൻ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഡയറക്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്ത് പകരം നമ്മളെ മറ്റേ ബിസിനസ് സൂട്ടിലോട്ട് വന്നിട്ട് ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ദെൻ ഈ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ പേജും ചേർത്തി ആ പേജ് പുതിയൊരു പേജ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവും, പുതിയൊരു പേജ് ആഡ് ചെയ്ത് ആ പേജ് നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തു. ശേഷം ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇതൊക്കെ എവിടുന്നാ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എവിടുന്നാ പേജൊക്കെ ആഡ് ചെയ്ത് സെറ്റിങ്സിലോട്ട് വരണേ. ബിസിനസ് പോർട്ട്ഫോളിയോ വന്നിട്ട് എവിടെയാണെന്നുള്ളത് തപ്പി കളിക്കരുത്, നേരെ സെറ്റിങ്സിലോട്ട് വരിക. സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടുന്നാണ് പേജ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ആഡ് അക്കൗണ്ട് ഇവിടുന്നാണ് ക്രിയേറ്റ് ചെയ്തത്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്ക് ചെയ്തത് ഇവിടുന്നാണ്, വാട്സപ്പ് അക്കൗണ്ട് ലിങ്ക് ചെയ്തൊക്കെ ഇവിടുന്നാണ്. ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ആപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് ആഡ് റൺ അയക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ആപ്പ് ഇവിടെ വന്നിട്ടാണ് ലിങ്ക് അയക്കേണ്ടത്. ഓക്കെ, അതിലൊക്കെ ഒരു കോഡും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ആപ്പ് ഇവിടുന്നാണ് എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യിക്കേണ്ടത്. ഓക്കെ, ആപ്പിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ആപ്പിനൊരു കോഡ് ഉണ്ടാവും. ഡെവലപ്പേഴ്സുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ആ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോഡ് വാങ്ങി ആ ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ആപ്പിൻ്റെ ID വെച്ചിട്ട് കണക്ട് ചെയ്യിക്കാണ് വേണ്ടിയത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഡ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യിക്കണം. അതിൻ്റെ മുമ്പായിട്ട് ഒരു കാര്യം വിട്ടുപോയി. ഈ പറയുന്ന ഫേസ്ബുക്ക് പേജ് ഉണ്ടല്ലോ, പേജിൻ്റെ ആഡ് അക്കൗണ്ടിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഒക്കെ ആക്സസ് നമുക്ക് എങ്ങനെ കൈമാറാൻ പറ്റും, വേറൊരാൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾക്കറിയാം, യൂസർ നെയിമും പാസ്വേഡും ഷെയർ ചെയ്താൽ മതി. ആഡ് അക്കൗണ്ടിൻ്റെ ആക്സസ് എങ്ങനെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പേജിൻ്റെ ആക്സസ് എങ്ങനെ ഷെയർ ചെയ്യുക മറ്റൊരാൾക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൃത്യമായിട്ട് വീഡിയോസ് ഫോളോ അപ്പ് ചെയ്യാനും ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് പഠിച്ചെടുക്കാനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും.